ദിവസം ദുഃഖാചരണവും സംസ്ഥാനത്തുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്നത് പോലെ തന്നെ VSന്റെ ആ വലിയ പിന്തുണ പാർട്ടി 2 തവണ തീരുമാനം മാറ്റി, അല്ലെങ്കിൽ പാർട്ടിയെ കൊണ്ട് ആ തീരുമാനം മാറ്റിച്ച ആ പിന്തുണ 2006 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട VS എന്ന് പാർട്ടി തീരുമാനിക്കുന്ന ഒരു കാഴ്ച. ചെറിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകും എന്ന് അറിയാതെ കൂടിയാകില്ല പാർട്ടി ആ തീരുമാനത്തിലേക്ക് എടുത്തത്. പക്ഷേ പാർട്ടി പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി. മുദ്രാവാക്യം വിളികളുമായി ഇതേ AKG സെന്ററിലേക്ക് മുന്നിലേക്ക് വരെ പ്രതിഷേധക്കാരെത്തി. ആ പ്രതിഷേധം അവിടെ കൊണ്ട് തീർന്നില്ല. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രതിഷേധം ആളിക്കത്തുന്ന കാഴ്ചകൊണ്ട് ഒരുപക്ഷെ പാർട്ടി പിളർന്നേക്കും എന്നുള്ള ഘട്ടം പോലും എത്തി എന്ന് വിലയിരുത്തിയവരുണ്ട്. അങ്ങനെ പോളിറ്റ് ബ്യൂറോ ഇടപെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നു. VSനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. വലിയ ഭൂരിപക്ഷത്തോടെ VSന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി സംസ്ഥാനത്ത് ജയിച്ചു കയറി. അപ്പോഴും VS ആകും മുഖ്യമന്ത്രി എന്ന് ജനങ്ങൾ ഉറപ്പിച്ചപ്പോൾ VSനെ മുഖ്യമന്ത്രിയാക്കാൻ താല്പര്യമില്ല എന്നുള്ള സൂചനകൾ വന്നു. അപ്പോഴും പോളിറ്റ് ബ്യൂറോയുടെ ഇടപെടലുണ്ടായി. ആഭ്യന്തര വകുപ്പ് നൽകാതെ VS കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്ന കാഴ്ചകൾ 2006 ആ തെരഞ്ഞെടുപ്പ് കാലത്ത് VSനെ മത്സര രംഗത്തേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് AKG സെന്ററിലേക്ക് മുന്നിലേക്ക് ഒഴുകിയ ആ പ്രതിഷേധക്കാരുടെ നിര ഇപ്പോഴും രാഷ്ട്രീയ കേരളം മറന്നിട്ടുണ്ടാവില്ല. ആ കാലഘട്ടമൊക്കെ കഴിയുമ്പോഴും പാർട്ടിക്കൊപ്പം ഉറച്ചുനിന്ന് അവസാന ശ്വാസം വരെ ഉറച്ചുനിന്ന നേതാവായി VS അച്യുതാനന്ദൻ അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്.